കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഇന്നത്തെ ഉച്ചപൂജ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി ആയിരുന്നു. കളഭാലങ്കാരാണെങ്കിലോ മുന്നൂലം ശ്രീവാസ ഒതിക്കനായിരുന്നു. വളരെ കേമായിട്ട് ചാർത്തിയിട്ടുണ്ടെന്ന്. കളഭാലങ്കാരം വളരെ കേമായിട്ടുണ്ട്. ആ പട്ടുകോണൊക്കെ കൊടുത്ത് നല്ലൊരു പൊന്നുണ്ണിക്കണ്ണനാണ്. ആ പൊന്നുണ്ണിക്കണ്ണൻ വളരെ സുന്ദരനായിട്ടിങ്ങനെ, വലിയ തടിയൊന്നുമില്ല, എന്നാലും ഒരു അത്യാവശ്യം തടിയിലുള്ളൊരു പൊന്നുണ്ണിക്കണ്ണനാണ്. ആ വലത് കയ്യിലാണെങ്കിൽ വെണ്ണുരുള ഉണ്ട്, ഇടത് കയ്യിലാണെങ്കിൽ ആ ഓടക്കുഴൽ, പൊന്നോടക്കുഴലുണ്ട്. പിന്നെ കഴുത്തിൽ അതാ മാല ഉണ്ട്, കാലുമ്മിൽ അതാ തളയുണ്ട്, കാൽത്തളകളുണ്ട്, കയ്യിൽ തളകളുണ്ട്, പൊന്നു ഗോപിയുണ്ട്, ചെവി പൊട്ടുകളുണ്ട്. അതുപോലെ അതാ ആ കിരീടത്തിൻ്റെ മുകളിൽ 2 തിരുമുടിമാല അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. കഴുത്തിലുണ്ട് തിരുമുടിമാല. അതിൻ്റെ മുകളിൽ ഒരു 4 മാലകളുണ്ട്, വലിയ ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. വളരെ കേമായിട്ട് ഇന്നത്തെ ആ പൊന്നുണ്ണിക്കണ്ണൻ അവിടെ ഇങ്ങനെ ആ ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കണ കണ്ടാലേ ശരിക്കും പറഞ്ഞാൽ അമ്മ യശോദാമ്മ പറഞ്ഞു, ഉണ്ണി ഇത് കഴിച്ച് അവിടെ ഒതുങ്ങി നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ ഒതുങ്ങി നിൽക്കുന്ന ആ ഒരു സുന്ദര കുട്ടപ്പനായ ആ ഉണ്ണിക്കണ്ണനാണെന്ന് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. ഇനി അമ്മ അങ്ങോട്ട് മാറിയിട്ട് വേണം വികൃതി കാണിക്കാൻ എന്നുള്ളൊരു ഉദ്ദേശം അതിലുണ്ട് എന്നാണ് തോന്നുന്നത്. ആ ചെറിയൊരു കള്ളച്ചിരിയും കാണാനുണ്ട്. എന്തായാലും വളരെ സന്തോഷത്തിലാണ് ഇന്നിപ്പോൾ ശ്രീലകത്ത് ആ കളഭാലങ്കാരത്തിലുള്ള ആ ഉണ്ണിക്കണ്ണൻ അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും, എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ആ സോപാനത്തിൽ നിന്ന് ആ ഉള്ളിലേക്ക് നോക്കി ആ ഉണ്ണിക്കണ്ണനെ തൊഴുന്ന പോലെ ആ മനസ്സിൽ ധ്യാനിച്ച് ആ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിലുള്ള അന്നത്തെ കളഭാലങ്കാരത്തിലുള്ള ഉണ്ണിക്കണ്ണനെ തൊഴുന്നു. അത് മനസ്സിൽ ധ്യാനിക്കുക, നമ്മളെ ആഗ്രഹങ്ങൾ പറയുക, ആഗ്രഹങ്ങൾ സംഭവിക്കും. അതെന്താണെങ്കിലും ഗുരുവായൂരപ്പൻ അതിനൊരു തീരുമാനം നടത്തിത്തരും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ്. കാരണം നമ്മളവിടെ ഗുരുവായൂരെത്തിയിട്ട് ആ ഉണ്ണിക്കണ്ണൻ്റെ മുന്നിൽ നിന്ന് തൊഴുന്ന പ്രതീതിയിൽ നമ്മൾ തൊഴുക. അപ്പോൾ നമുക്ക് അവിടെ പോയ ആ പ്രതീതി ഉണ്ടാവും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദ